അപ്പൊ ഇന്ന് നമ്മള് ഇവിടെ നിക്കാൻ പോവാണ്. ഇവിടെ ഒന്ന് രാത്രി നിന്നിട്ട് ഇതേ ഇവിടെ ആന വരും, പിന്നെന്താ കുതിര വരില്ല, പുലി വരും, പുലി പുലി പിന്നെന്താ വരിക, മാനുണ്ടാവും, മുയലുണ്ടാവും. മാന്. ആ മുയലിന് ആർക്കും പേടിയില്ല. അപ്പൊ ഇവിടെ പലതും വരും. 15 കിലോമീറ്റർ കാട്ടിക്കൂടി തന്നെ വന്നിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ചെമ്പ്ര പീക്ക്. അത് ചെമ്പ്ര പീക്കല്ലേ? പീക്ക്. ആ, ചെമ്പ്ര പീക്ക്. ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള സ്ഥലമാണ്. ഇതേ ആ കാണുന്നു, ആ കുന്നാണ് കേട്ടോ. ഇതല്ല ആ തടാകം ഉണ്ട് അവിടെ. അവിടെ തടാകം ഉണ്ട്. പോയി കണ്ടോ? പക്ഷെ അത് എനിക്ക് കയറാൻ പറ്റില്ല. എനിക്ക് ഈ ചെറിയ പാറ കയറണമെങ്കിൽ ഈ വടി വേണം. നമ്മള് പൈസ വേണ്ടാത്ത അതുകൊണ്ടിട്ട് ഒരിക്കലും അങ്ങനെ പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള വ്യാമോഹം ബാബുരാജായിരുന്നു അതിന്റെ. ഇതൊക്കെ തേയിലാണ് കേട്ടോ, ഇതൊക്കെ തേയില. അപ്പൊ നമുക്ക് അയാള് കൊണ്ടുപോകാൻ വേണ്ട ഒരു കാര്യമില്ല. കുറെ നടക്കും വേണ്ട. ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ്. പൈസയും കൊടുത്തിട്ട് ഒന്ന് ഉച്ചട്ടൊക്കെ അവരവിടെ നോക്കിയാ കാണാം. നിങ്ങളേലും വലിയ പുലി ഉണ്ട് അവിടെ. പൊട്ടണ് കേട്ടോ. അപ്പൊ ഇറങ്ങി ഓന് വലിയ ആളാണെന്നുള്ളൊരു ചിന്താഗതിയാണ് അതിനെട്ടിട്ട് പോണത്. പേര് കറക്റ്റ് അറിയണം, അപ്പഴേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ചെമ്പ്ര എന്താണ് കോഴിപ്പൂവ്. അത് നേരെ പിടിക്കട്ടാ. അതിന്റെ തലയൊക്കെ ശരിക്കും കോഴി പോലെ ഉണ്ട്. എന്തൊരു അതിശയം നോക്കൂ. ഇത് കോഴി പോലെ തന്നെ അല്ലേ. ഇതൊരു പൂവാണ്, ഇതിന് കായുണ്ട്, ഒരു വള്ളിച്ചെടിയാ. ഞാനിത് ആദ്യമായിട്ട് കാണും. ഒരു ദിവസം അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. അപ്പോൾ വഴിയിൽ കണ്ടപ്പോൾ ഞാനിത് പറിച്ചതാണ്. ഇതിലൊരു വണ്ടിയുടെ ശബ്ദം ഉണ്ട് കേട്ടോ. ഈ വണ്ടി അവിടത്തേക്ക് മാത്രം വരുന്നൊരു വണ്ടിയാണ്, അതായത് ജീപ്പ്. ഇത് അവിടത്തേക്ക് മാത്രമേ വരുള്ളൂ. കോഴിപ്പൂവും കായും. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ട് പോന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ഒരു സൈഡ് മല, ഒരു സൈഡ് ഭയങ്കര കൊക്കെ. അതായത് ഇങ്ങനെ ചെരിഞ്ഞു പോണ സ്ഥലം. അവിടെ ഇങ്ങനെ ജസ്റ്റ് നമുക്കൊന്നിങ്ങനെ ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങോട്ടൊരു വണ്ടിയൊന്നും വരില്ല, കാരണം ഇവിടെ വീടുകളൊന്നുമില്ല. ഈ വീട് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ പോയ വീട്. അത് ഞങ്ങളുടെ ഒരു കുടുംബ വീടാട്ടോ. അപ്പോൾ അത് ഒത്തിരി ഏക്കറയിലാണ് ആ വീട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആൻറ്റി ഉണ്ട്, അങ്കിളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പോയത്. ഇതവിടുത്തെ മൊത്തം അവിടെ ഇങ്ങനെ തന്നെയാണ്. ഈ മലകളും തേയിലയും പണ്ട് ഉരുള് പൊട്ടിയില്ലേ, ചൂരൽമലയൊക്കെ, അതൊക്കെ ഇതിൻ്റെ അടുത്തായിട്ടാണ്. ഞങ്ങൾ പോയി കണ്ടു ഇവിടുന്ന്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇട്ട് തരാം. ഓക്കെ, ബൈ.